മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ ആനയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോടനാട്ടേക്ക് എത്തിച്ചു. രാവിലെയാണ് ആനയെ മയക്കുവെടി വെച്ചിരുന്നത്. ആന ആരോഗ്യവാനാണ് എന്ന് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും ഉറപ്പിക്കാൻ ആകില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കാനായി എന്നുള്ളത് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. 1.5 മാസത്തോളം ചികിത്സ വേണ്ടിവരും എന്നാണ് അരുൺ സക്കറിയ അറിയിച്ചത്. അരുൺ സക്കറിയുടെ വാക്കുകൾ ആദ്യം എന്ന് കേൾക്കാം. പൂർണ്ണമായും വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. ആന സുഖമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി ഇതായെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മയക്കുവെടി വെച്ചു, ലോഡ് ചെയ്തു, കൊണ്ടുവരാൻ പറ്റി, കയറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇതൊരു എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ചെയ്തു. ഇതിന് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ്. അപ്പോൾ അതിൻ്റെ പഴുപ്പുണ്ട്, അതിൻ്റെ സെപ്റ്റിസീമിയ എന്ന കണ്ടീഷനുണ്ട് ആനയ്ക്കുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായും തിയോഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. തിയോഫിൻ, കേരളം മുഴുവൻ നോക്കിയിരുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ ക്ലോസ് റേഞ്ചിലുള്ള ദൃശ്യങ്ങളാണ് അത് മുറിവിൻ്റെ ഭീകരത നമുക്ക് ബോധ്യമാക്കിയത്. അതുതന്നെയാണ് അരുൺ സക്കറിയ പറഞ്ഞതും. ആരോഗ്യനിലയെ സംബന്ധിച്ച് ഇപ്പോൾ പറയാറായിട്ടില്ല, ചികിത്സ പുരോഗമിക്കുന്നു. ഈ ഘട്ടം വരെ വിജയം എന്ന് മാത്രമേ പറയാനാകൂ എന്നുള്ളതാണ്. ഇപ്പോൾ ആന ഈ കൊട്ടിലാണുള്ളത്, പ്രത്യേകം തയ്യാറാക്കി അല്ലേ? തീർച്ചയായും ജിംഷാദ്, ഈ കോടനാട് കപ്രിക്കാടുള്ള അഭയാരണ്യത്തിലെ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ആനക്കൊട്ടിലാണ് ആനയെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ നിർത്തി ആനയെ ചികിത്സിക്കാനുള്ള നടപടികളാണ് നടക്കുന്നത്. 1.5 മാസത്തോളം ഇവിടെ ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ നേരത്തെ സൂചിപ്പിച്ചത്. ഈ മുറിവ് ഏറെ ആഴമുള്ളതാണ്, 1 അടിയോളം മുറിവിന് ആഴമുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പരിശോധിച്ച ശേഷം പറയുന്നത്. കാരണം രാവിലെ അതിരപ്പള്ളിയിൽ നിന്ന് മയക്കുവെടി വെച്ച ശേഷം ആനയെ മരുന്ന് വെക്കാൻ സാധിച്ചിരുന്നു, അതായത് പ്രാഥമിക ചികിത്സ നൽകാൻ സാധിച്ചിരുന്നു. ആന മയക്കുവെടിയേറ്റ ആന അല്പസമയത്തിനകം മയങ്ങി വീണിരുന്നു. താഴെ വീണത് പക്ഷെ ഒരു ശ്രമകരമായ ദൗത്യം, അല്ലെങ്കിൽ അതൊരു ആശങ്ക ദൗത്യ സംഘത്തിന് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഡോക്ടർമാർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രാഥമിക ചികിത്സ നൽകാനുള്ള ഒരു സൗകര്യം ലഭിച്ചു എന്നതാണ് ഗുണകരമായത്. അതുകൊണ്ട് തന്നെ ഈ വളരെ വേഗം അന്നേരം ഈ പഴുപ്പ് എല്ലാം മാറ്റി ക്ലീൻ ചെയ്ത മുറിവ് ശുചിയാക്കി മരുന്ന് ആന്റിബയോട്ടിക് ആദ്യം വെക്കാൻ സാധിച്ചു. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ആനയെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ദൗത്യം ആദ്യഘട്ടം വിജയത്തിലെത്താനുള്ള ഒരു കാരണമായത്. എന്തായാലും ആദ്യഘട്ടം, അതിനെ തുടർന്നുള്ള അടുത്തൊരു ഘട്ടം കോടനാടേക്ക് ആനയെ കൊണ്ടുവരിക എന്നാണ്. അത്രയും പൂർത്തിയായിരിക്കുന്നു. ഇനി അവസാന ഘട്ടം എന്ന് പറയുന്നത് ഇനി ചികിത്സയാണ്. ആ ചികിത്സ 1.5 മാസത്തോളം നീളുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും സർക്കാർ അല്ലെങ്കിൽ സർക്കാരും വനംവകുപ്പും ലക്ഷ്യമിട്ട ഒരു കാര്യം ഈ ആനയെ എത്രയും വേഗം ചികിത്സയ്ക്ക് വിധേയമാക്കുക എന്നത്. ആ ചികിത്സയ്ക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരു ഘട്ടം വിജയകരമായി ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് ജിംഷാദ്. അതാണ്, അത് കൃത്യമായി വനം വകുപ്പിൻ്റെയും മറ്റ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഒക്കെ കൃത്യമായ ഇടപെടലിലൂടെ സാധ്യമാക്കി എന്നുള്ളതാണ്. പക്ഷേ ഇനിയും വെല്ലുവിളി നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഗുഹ പോലെ മസ്തകത്തിൽ ഒരു മുറിവാണുള്ളത്, സാധാരണഗതിയിലുള്ളൊരു മുറിവ് പോലെ അല്ല. അപ്പോൾ സ്വാഭാവികമായും ആന ഈ മയക്കം മാറുന്ന സ്ഥിതിക്ക് തുമ്പിക്കൈ കൊണ്ട് അവിടേക്ക് സ്പർശിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളിയുണ്ട്. എന്നാൽ ആ മുറിവിനെ മറച്ചു കെട്ടാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള മുറിവുമല്ല. ഇങ്ങനെ നിരവധി വെല്ലുവിളികളുണ്ട്, അത് നിസ്സാരമല്ല. അരുൺ സക്കറിയുടെ വാക്കുകളിൽ അത് വായിച്ചെടുക്കാം അല്ലേ തിയോഫിൻ? തീർച്ചയായും ഷാദ്, അതൊരു നിസ്സാരമായി തള്ളാൻ കഴിയുന്ന ഒരു മുറിവല്ല. ഒരുപക്ഷെ പലരും അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ 24-ാം തീയതി ആദ്യഘട്ട മയക്കുവെടി വെച്ച് ആന്റിബയോട്ടിക് വെച്ച് ആനയെ തിരിച്ചുവിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് തന്നെ ആനയെ പിടികൂടി ചികിത്സിക്കാമായിരുന്നില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതിൽ അരുൺ സക്കറിയ അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞ മറുപടി ഇതാണ്. കാരണം ആനയെ പിടിച്ച് കൂട്ടിലാക്കി ചികിത്സിക്കാനുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റീവ് എന്ന ഉദ്ദേശം ലക്ഷ്യമാദ്യം ഉണ്ടായിരുന്നില്ല ആനയ്ക്ക്. കാരണം അതൊരു ചെറിയ മുറിവായിരുന്നത് കൊണ്ട് തന്നെ ആ മുറിവ് ഉണങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. മരുന്ന് വെച്ച ശേഷം ഒരാഴ്ച വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. പക്ഷേ എങ്ങനെയോ ഇതിനകത്തൊരു ഇൻഫെക്ഷൻ ആവുകയും ഈ മുറിവിലേക്ക് പുഴു ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പഴുപ്പ് വർദ്ധിക്കുകയും ചെയ്തു. അതാണ് പിന്നീട് ആനയുടെ സ്ഥിതി ഗുരുതരമാക്കിയത്. ഇതോടുകൂടിയാണ് മുറിവ് പിന്നീട് വലുതാവുന്നത്. പക്ഷേ അത്ര വേഗം ഇത് കണ്ട ഉടനെ തന്നെ ആനയെ പിടികൂടി കൊണ്ടുവരാനുള്ള ഒരു ദൗത്യം അതിന് ശ്രമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമായിരുന്നില്ല. കാരണം കഴിഞ്ഞ 24-ാം തീയതി മയക്കുവെടി വെച്ച ആനയെ വളരെ പെട്ടെന്ന് മയക്കുവെടി വയ്ക്കാൻ സാധ്യവുമായിരുന്നില്ല. ശരി തിയോഫിൻ, എന്തായാലും തിയോഫിനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.